നിങ്ങൾ വിചാരിക്കേണ്ടാവും എനിക്ക് വട്ടായതല്ല ഗൈസ്. ഞാൻ നമ്മുടെ 2 ആഴ്ചയ്ക്ക് കിട്ടാമെന്ന സന്തോഷം, നമ്മുടെ ടീം കഴിഞ്ഞ കളിയിൽ ചെയ്ത കൺവിൻസിങ് വിൻ, ഫസ്റ്റ് ക്ലീൻ ഷീറ്റ്, ലാമൻസിൻ്റെ ഡെബ്യൂ, മൗണ്ടിൻ്റെ കംബാക്ക്, സെസ്കോൻ്റെ ഗോൾ സ്കോറിങ് ആ പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആലോചിച്ച സമയത്താണ് ഞാനൊരു ജേഴ്സിയൊക്കെ ഇട്ട്, നമ്മുടെ റെഡ് ഡെവിൾസിൻ്റെ ജേഴ്സിയൊക്കെ ഇട്ട് സന്തോഷത്തോടു കൂടി ഒരു മൈക്കൊക്കെ പുതിയത് വാങ്ങിയതാണ്. അതും കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ എല്ലാവരുടെയും സങ്കടകരമായ, അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രം സന്തോഷം തരുന്ന എന്നാൽ ചില ആൾക്കാർക്ക് സങ്കടകരമായ വാർത്ത വന്നത്. അതായത് നമ്മുടെ ആർച്ച് റൈവൽസ് ലിവർപൂൾ 3ാമതും പൊട്ടിയിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് 3ാമതും പൊട്ടിയിരിക്കുകയാണ്. 150 മില്യണും 120 മില്യണും 140 മില്യണും 100 മില്യണും 80 മില്യണൊക്കെ മേടിച്ചു വന്ന പ്ലേയേഴ്സ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ചില പ്ലേയേഴ്സിന് പോകണമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മുടെ ബാൻഡറയിൽ നിന്നും ലിവർപൂളിൻ്റെ ബാൻഡറയിലോട്ടാണ് ഈശ്വര ഈ പോകുന്നത്. അങ്ങനെ ഒരു സന്തോഷിച്ചിരുന്നപ്പോഴാണ് ഈ കോട്ട് എടുത്തിട്ടത്. അതായത് ഗൈസ്, കളിയാക്കരുത്, 1 മിനിറ്റ് സൈലൻസ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. 10 സെക്കൻഡൊക്കെ മതി. അപ്പോൾ ദൂരി കളയാം, നമ്മുടെ വീട്ടിലോട്ട് വരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ദിസ് ഈസ് യുവർ മിറാജ് വിത്ത് എ ഗുഡ് പോസിറ്റീവ് വൈബ് ഫോർ നെക്സ്റ്റ് 2 വീക്സ് അറ്റ്ലീസ്റ്റ്. കാരണം അടുത്തൊരു 2 ആഴ്ച നല്ലൊരു പോസിറ്റീവ് വൈബിൽ നമുക്കിരിക്കാം. ബേസിക് ഗോൾ കീപ്പിംഗ് നമുക്ക് കാണാൻ പറ്റുന്നു. സെസ്കോ ഗോൾ അടിക്കുന്നു, മൗണ്ട് ഗോൾ അടിക്കുന്നു, എംബോമ് അസിസ്റ്റ് കൊടുക്കുന്നു, ബ്രൂണോ തിരക്കേതില്ലാതെ കളിക്കുന്നു. എല്ലാ പ്ലേയേഴ്സും അടിപൊളിയായിട്ട് കളിച്ച് കൺവിൻസിങ് ആയിട്ട് കുറേ കാലത്തിന് ശേഷം നമ്മുടെ ടീം ജയിക്കുന്നു ഓൾഡ് ട്രാഫോർഡിൽ. എൻ്റെ സ്വപ്നം നടന്നു ഗൈസ്. നമ്മളെല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുതിയ മൈക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പുതിയ മേടിച്ച മൈക്കാണ്. കുറേ കാലമായി വിചാരിക്കണം. എല്ലാവരും കുറേ പേര് പറഞ്ഞു മൈക്ക് പുതിയ വാങ്ങണം. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ടൈമായി, നമ്മുടെ എന്തായാലും ടീം ഒന്ന് കൺവിൻസിങ് ആയി ജയിച്ചു, എനിക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാം. അപ്പോൾ ഒരു മൈക്കായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും എന്ന് വിചാരിച്ചു ഒരു മൈക്കൊക്കെ മേടിച്ചു. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. അതായത് എൻ്റെ കവർ പിക്ചറിൽ പറഞ്ഞ പോലെ മൗണ്ട് മാജിക്. ഈവൻ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് നമ്മളെല്ലാവരും പറഞ്ഞു 7ാം നമ്പർ ജേഴ്സി കൊടുക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് തീരെ താല്പര്യമില്ല. ഇപ്പോഴും താല്പര്യമൊന്നുമില്ല, ഇപ്പോൾ ഫ്ലോപ്പാവും, ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ഒരു മൗണ്ട് മാസ്റ്റർ ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ഫിറ്റായിട്ടുള്ള മൗണ്ട് നമ്മുടെ ടീമിലുണ്ടെങ്കിൽ നമ്മളെ ടീം കളിക്കുന്ന രീതി തന്നെ വേറെയാണ്. അതാണ് നമ്മൾ ഈ കളിയിൽ കണ്ടത്. ഞാനന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ കളി കാണാൻ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ഫാനിനെ പരിചയപ്പെട്ടു. അപ്പോൾ മൂപ്പരും പറഞ്ഞ ഇതാണ്, ആരാ മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ എൻ്റെ മൈൻഡിൽ സത്യം പറഞ്ഞാൽ ലെമൻസോ അല്ലെങ്കിൽ സെസ്കോ ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. അവൻ കുറച്ച് കാര്യം ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞാണ് എന്തുകൊണ്ട് മൗണ്ടിനെ പിക്ക് ചെയ്തു എന്നുള്ളത്. അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാ. കാരണം ആ മൗണ്ടിൻ്റെ ഫസ്റ്റ് ഗോൾ ഇല്ലെങ്കിൽ ആ കളി എങ്ങോട്ടാണ് പോകുക നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ മൗണ്ടിൻ്റെ പ്രസൻസും മൗണ്ടിൻ്റെ ടെക്നിക്കാലിറ്റിയും ആ സംഭവങ്ങൾ ആ ടീമിൽ ഇല്ലെങ്കിൽ ആ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ടീം എന്തായിരുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. മേ ബി ജയിച്ചേക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ മൗണ്ട് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നമ്പർ 7 എന്നൊന്നും പറയുന്നില്ല, നമ്മുടെ ക്ലബിൻ്റെ നമ്പർ 7 ജേഴ്സി അവൻ അടിയാൻ ഓക്കെ ആയതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹീ ഈസ് അവർ വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ പ്ലെയർ ഇപ്പോൾ. അതായത് ഫിറ്റായിട്ടുള്ള മൗണ്ടാണ് നമ്മുടെ ടീമിൻ്റെ നെടുന്തൂണ്. ഞാൻ പറയുകയാണെങ്കിൽ ബ്രൂണോ പോയാലും ആ നമ്പർ 10 റോളിലോട്ട് ഇവൻ പെർഫെക്റ്റാണ്, ഇഞ്ചുറി വരാതിരുന്ന. അവൻ കളിക്കാത്ത കളികളൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ സത്യം പറഞ്ഞു ഇന്നലത്തെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കളി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. മൗണ്ട് ഇല്ലാത്ത കളി, മൗണ്ട് ഉള്ള കളി. നിങ്ങളതിന് അഗ്രി ചെയ്യുന്നുണ്ടോ? ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കും. നിങ്ങൾക്ക് മൈക്കിൻ്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടോ? വീണ്ടും ലൈക്ക് അടിക്കും. ഫുൾ പമ്പ്ഡാണ് മക്കളെ. കാരണം ഞാൻ സത്യം പറഞ്ഞ ഈ വീഡിയോ ചെയ്യാനുള്ള സമയത്ത്, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ ലിവർപൂൾ കളിച്ചിട്ടില്ല, അതേപോലെ തന്നെ പല ടീമുകളും കളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ടും ചെൽസി ഓക്കെ മേ ബി ഡ്രോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഈ ന്യൂസ് ഞാൻ കാണുന്നതും ഇവരുടെ കളി ഞാൻ ലാസ്റ്റ് മിനിറ്റ് കാണുന്നതും. ആ ഗോള് കയറി എനിക്ക് സത്യം പറഞ്ഞിട്ടല്ലോ നല്ല സന്തോഷമുണ്ട്. കാരണം ഡിസേർവ്ഡ് ആയിരുന്നു, ഉള്ള കാര്യമാണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും ലിവർപൂൾ ഫാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ് വേണ്ടേക്ക് ഇങ്ങനെ നിന്നോട്ട് കാണിക്കാൻ ഉദ്ദേശം ഒന്ന് പറഞ്ഞു തരണം. മുമ്പ് ഞാൻ കുറേ കാണുന്നു ഈ ഓറ ഡിഫെൻഡിങ്ങിൻ്റെ ഭാഗമാണെന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ഞാൻ പുകഴ്ത്തി പറയില്ല, താഴ്ത്തി പറയില്ല, പക്ഷെ അതെന്താണെന്ന് പറഞ്ഞു തന്നെ. അത് ഈ ആൾക്കാർ സ്ട്രൈക്കേഴ്സ് അടിക്കാൻ വരുമ്പോഴേ, അല്ലെങ്കിൽ കസയുടെ തന്നെ ബോൾ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുമ്പോഴേ ഇങ്ങനൊരു സാധനം കാണിച്ചിരുന്നു ബാക്ക് വെച്ചിട്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഞങ്ങൾക്ക് ആരും മനസ്സിലായില്ല, ഫുട്ബോൾ കാണുന്ന ആർക്കും അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ലിവർപൂൾ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ബാൻഡർ അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്, തമാശ പറയില്ല, കാര്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ നല്ല ഉപകാരമായിരിക്കും. നമുക്ക് ഫുട്ബോളൊക്കെ ഒന്ന് അറിയാനാണ്, ഓറ ഡിഫെൻഡിങ് എന്താ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതോടെ നിൽക്കട്ടെ.
ഇനി എനിക്ക് വേറെ സംഭവം പറയാനുള്ളത്, ആ വേണ്ടേക്ക് കാണിച്ച അതേ സംഭവം കൊണ്ട് നമ്മൾ ഡിലിറ്റോ മെഗറോ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ മീഡിയ ഉണ്ടായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കട്ടോ. എന്നിട്ട് മാൻ യുണൈറ്റഡ് ഫാൻ നിങ്ങൾ അതിന് താഴെ കമൻറ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത്. ഇനി പറയാനുള്ളത് നമ്മുടെ സെസ്കോ കൂട്ടൻ്റെ കാര്യം. എയർ സെസ്കോ ഹാസ് ലാൻഡഡ് അറ്റ് ഓൾഡ് ട്രഫേർഡ്. തുടർച്ച രണ്ടാം ഗെയിമിലും സെസ്കോ ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇവിടെ 0-0-7 ഇല്ല, 0-0-8 ഇല്ല, 0-0-9 ഇല്ല, ഇനി 0-0-10 ഉണ്ടാവാൻ പോകുന്നില്ല. സെസ്കോ കൂട്ടൻ ഗോൾ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതും പോച്ചേഴ്സ് ഗോൾ. ഇനി അത് മാത്രമല്ല, ആ ഗോൾ മാത്രമല്ല, അവൻ്റെ ഓവറോൾ ഗെയിം അന്യായ പെർഫോമൻസ് ആയിരുന്നു. അതായത് ഡീപ്പിലേക്ക് ഇറങ്ങി വന്ന് പന്തെടുക്കുന്നു. ശരിയാണ്, അന്ന് ഹോയിലൻഡ് ഗോൾ അടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു സ്ട്രൈക്കേഴ്സ് ഒരിക്കലും ഡീപ്പിലേക്ക് ഇറങ്ങി വരരുത്, അവിടെ നിൽക്കണം. പക്ഷെ നമ്മൾ കളിക്കുന്ന നമ്മളൊരു സ്റ്റേബിൾ ടീം അല്ല, ഇപ്പോഴും നമ്മളൊരു സ്റ്റേബിൾ ടീം ആയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സ്ട്രൈക്കേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെയധികം വേണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സെസ്കോ നമ്മുടെ ടീമിലോട്ട് വരുന്നതും. അത്രയും ചെറിയ സമയം കൊണ്ട് അവൻ ആ ടീമിൽ അഡാപ്റ്റായി ഗോൾ അടിക്കാൻ സ്റ്റാർട്ടായി. അതും അവിടെ ബ്രെൻഫോർഡ് പോയിട്ട് ടഫ് ഗ്രൗണ്ടാണ്, അവിടെ പോയിട്ട് ഗോൾ അടിക്കുന്നു. ഇപ്പോൾ സിറ്റിയുടെ കളി കഴിഞ്ഞപ്പോൾ സിറ്റിക്ക് ആ ഒരൊറ്റ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ ബ്രെൻഫോർഡിൽ, അത് ഹാലൻഡ് അടിച്ചാണ്. എന്നാൽ അവിടെ പോയിട്ട് നമ്മളൊരു ഗോൾ അടിച്ചു, പക്ഷേ നമ്മൾ അന്ന് 3 വഴങ്ങാൻ കാരണം നമ്മുടെ മിസ്റ്റേക്സ് തന്നെയാണ്. അപ്പോൾ അത് മാറട്ടെ, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഞാൻ സെസ്കോൻ്റെ കാര്യം പറഞ്ഞാണ് ഇവിടെ ഓൾഡ് ട്രഫോർഡിൽ വന്നിട്ട് സണ്ടർലാൻഡിനെതിരെ അവരുടെ ഫിസിക്കൽ ഡിഫൻഡേഴ്സാണ്, ഭയങ്കര ബുള്ളി ചെയ്യുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എക്സ്പീരിയൻസ് ഉള്ള ഡിഫൻഡേഴ്സാണ് അവരൊക്കെ. അവരുടെ ആ ചെറിയ 6 യാർഡ് ബോക്സിൽ നിന്നാണ് അവൻ ആ പോച്ചേഴ്സ് ഗോൾ, ഒരു സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചിട്ട് ഗോൾ അടിക്കുന്നത്. അതാണ് ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടതൊരു പോച്ചറാണ്. നമുക്കൊരു കവാനി പോലെയോ അല്ലെങ്കിൽ റൊണാൾഡോ പോലെയൊക്കെ ഉള്ളൊരു സ്ട്രൈക്കറാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ ഏരിയൽ പ്രസൻസും. കാരണം ഇവൻ്റെ ലീപ്പ് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇവനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ലീപ്പുണ്ട്, ഇവൻ എത്ര ഹൈറ്റിലാണ് ചാടുന്നതെന്നുള്ളത്. അത് മാത്രമല്ല, ആ ഓവറോൾ ഗെയിമിൽ എത്ര വട്ടമാണ് അവൻ ചാടിയിട്ട് സെക്കൻഡ് ബോൾസും ഫസ്റ്റ് ബോൾസും പിന്നെ എംബോമയ്ക്ക് പന്ത് കൊടുക്കുന്നതും അതേപോലെ തന്നെ മൗണ്ടിന് പന്ത് കൊടുത്തിട്ട് നിങ്ങൾ കണ്ടോ? അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമായിരുന്നു. നമ്മുടെ ഗെയിം ത്രൂ ഔട്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സണ്ടർലാൻഡിൻ്റെ കോച്ച് വന്നിട്ട് പറഞ്ഞതാണ് അത് തടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. സോ നമ്മൾ ഡയറക്റ്റ് ഫുട്ബോളായിരുന്നു, ടാക്ടിക്സും മാങ്ങാത്തലയും ഫോർമേഷനൊന്നും അല്ല. ഞാൻ വീണ്ടും പറയുന്ന സംഭവമാണ്. ഈ സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഏത് കളി നമുക്ക് ജയിക്കാൻ പറ്റും. ഈ സംഭവം ഉപയോഗിക്കാത്ത ഒറ്റ പ്ലെയർ ഡയലോ മാത്രമായിരുന്നു. അത് നിങ്ങൾ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടി. അത് ഞാനുള്ള ഒരു ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ്. ആ ടീമിലെ ഡയലോ മാത്രമാണ് മണ്ട ഉപയോഗിക്കാതെ കളിച്ചത്, ബാക്കി എല്ലാവരും മണ്ട ഉപയോഗിച്ച് കളിച്ചത്. അതിനുശേഷം അമോറിം എടുത്ത തീരുമാനം അവനെ വലിക്കാൻ തീരുമാനിച്ചു, കസ്റ്റമറിനെ വലിക്കാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു യോറോ കുറച്ച് പാളി തുടങ്ങിയ സമയത്ത് കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് കാലം ചെയ്തു തുടങ്ങി. ആ സമയത്ത് അവനെ വലിച്ചു, മൗണ്ടിനെ വലിച്ചു, കുനിയനെ കൊടുന്നു. കറക്റ്റ് എല്ലാം. അതായത് നമ്മൾ അന്ന് ഓവറോൾ നമ്മുടെ ഒരു ദിവസം തന്നെയായിരുന്നു. അത് കോച്ചിൻ്റെ ഭാഗത്തുനിന്നായാലും പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്നായാലും ഗോൾ കീപ്പറുടെ ഭാഗത്തുനിന്നായാലും സ്ട്രൈക്കറുടെ ഭാഗത്തുനിന്നായാലും എവിടെയായാലും നമ്മൾ എല്ലാ ഡെസിഷൻസും ഒരു 8 out of 10 കൊടുക്കാവുന്ന ഡെസിഷൻസ് നമ്മളന്ന് എടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിലും പറയുന്നത്, നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ശരിയാണ്, ചില മൊമെൻറ്റ്സിൽ നമുക്ക് തോന്നി അയ്യോ ഗോൾ കൺസീഡ് ചെയ്യും, പക്ഷേ അവിടെയാണ് നമ്മൾ ലെമൻസിൻ്റെ പ്രസൻസ് വരുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു എത്ര കാലത്തിന് ശേഷം നമ്മുടെ ഓൾഡ് ട്രാഫോർഡിൽ അല്ലെങ്കിൽ നമ്മുടെ യുണൈറ്റഡ് കളികൾ ഒരു ക്ലീൻ ഷീറ്റ്, അതും ഒരു പുതിയ ഗോൾ കീപ്പർ ഒന്ന് ക്ലീൻ ഷീറ്റ് നേടുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. ഇത്രയും അൺസ്റ്റേബിളായി നിൽക്കുന്ന ഒരു ടീമിലോട്ട് ഗോൾ കീപ്പേഴ്സിന് ഇത്രയും ക്രൂസിഫൈഡായി നിൽക്കുന്ന സമയത്ത് ലെമൻസിനെ പോലത്തെ ഒരു ഗോൾ കീപ്പർ, അതും എന്താ പറയുക ചാമ്പ്യൻസ് ലീഗിലോ അല്ലെങ്കിൽ യൂറോപ്യൻ ഫുട്ബോൾ കളിച്ച് പരിചയമൊന്നുമില്ല മൂപ്പർക്ക്, എന്നിട്ടും അവിടെ നിന്ന് വന്ന് അത്രയും കോൺഫിഡൻ്റായി ഭയങ്കര സംസാരിച്ച് അവരുടെ ഡിഫൻസിനൊക്കെ ഓർഗനൈസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ്റെ കളി. ഞാൻ വീണ്ടും ഈ ചാനലിൽ പറഞ്ഞ സംഭവമാണ്, ഞാൻ അവൻ്റെ കളികൾ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെയാണ് അല്ലെങ്കിൽ കളി കഴിഞ്ഞ ദിവസമാണ് സണ്ടർലാൻഡ് എന്നുള്ള മാച്ചിലാണ് ഞാൻ ലെമൻസിൻ്റെ ഫസ്റ്റ് കളി കാണുന്നത്. പക്ഷേ ഞാൻ സത്യം പറയാം, ഐ ഫെൽറ്റ് കംഫർട്ടബിൾ. എനിക്ക് പേടിയില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു സെറ്റ് പീസ് വരുമ്പോഴോ ഒരു കോർണർ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു 1-on-1 വരുമ്പോഴോ ഐ എം കോൺഫിഡൻറ്റ് 8 out of 10 times ലെമൻസ് വിൽ സേവ് ഇറ്റ്. അല്ലെങ്കിൽ വന്ന് ചാടി പന്തെടുക്കുന്നത് നമ്മൾ എന്നാണ് ലാസ്റ്റ് നമ്മുടെ ഗോൾ കീപ്പേഴ്സ് ക്രോസ് വരുമ്പോൾ സമയത്ത് ടെൻഷനില്ലാതെ ഓടി വന്ന് പന്ത് ചാടി എടുക്കുന്ന കണ്ടിട്ടുള്ളത്. ആ കമാൻഡിങ് പ്രസൻസ് നമ്മൾ ലാസ്റ്റ് ടൈം എപ്പോഴാണ് കണ്ടത്? ഇൻക്ലൂഡിങ് ഡിഹയെ പോലും ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം, ലൈക്ക് ആശ്വാസം, സന്തോഷമില്ല ആശ്വാസം. കാരണം നമ്മുടെ ടീമിൽ അങ്ങനത്തെ ഒരു ഗോൾ കീപ്പർ വന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇനി റിലേ ചെയ്യുന്ന ഒരു ഗോൾ കീപ്പർ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് തരുന്ന കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. അത് എനിക്കോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ കോൺഫിഡൻസ് കൊടുത്ത പോലെ ആ കോൺഫിഡൻസ് നമ്മുടെ ഡിഫെൻസീവ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഡിഫെൻസീവ് ലൈനിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഡിഫൻഡേഴ്സിന് പേടിയില്ലാതെ മുന്നോട്ട് വന്ന് സ്റ്റെപ്പിൻ ചെയ്ത് പന്ത് കൊടുക്കാൻ പറ്റുന്നു, പന്ത് എടുക്കാൻ പറ്റുന്നു, ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു. കാരണം പേടിയില്ല, ടെൻഷനില്ല. ബാക്കിൽ ഗോൾ കീപ്പർ കോൺഫിഡൻ്റ് ആണ്, സോ ഡിഫൻഡേഴ്സ് കോൺഫിഡൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഡിഫറൻസ്. അവിടെയാണ് ഒരു ഗോൾ കീപ്പർ ബേസിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം എത്രത്തോളം ഇമ്പ്രൂവ് ആവുമെന്ന് നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നത്. ഇനി ഒരു കാര്യമുണ്ട്, ലെമൻസിനെ ഡ്രോപ്പ് ചെയ്യാനേ പറ്റില്ല. ഹി ഹാസ് ടു സ്റ്റാർട്ട് അഗെയിൻസ്റ്റ് ലിവർപൂൾ, അഗെയിൻസ്റ്റ് എനി ടീം. ഇനി അങ്ങോട്ടുള്ള കളികളിൽ അവൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഭയങ്കരം വേണ്ട, ഭയണ്ട് വേണ്ട, ഒന്നും വേണ്ട.
ഒരു കുന്തും വേണ്ട. ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് ലെമൺ സ്റ്റാർട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. എൻ്റെ ഒപ്പീനിയൻ അതാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഇപ്പം നമ്മൾ മൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു, സെസ്കോൻ്റെ കാര്യം പറഞ്ഞു, ലെമൻസിൻ്റെ കാര്യം പറഞ്ഞു. ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ നന്നായിട്ട് കളിച്ചു. അതിൽ ഡാലോ മാത്രമാണ് നെഗറ്റീവായിട്ട് ഞാൻ കണ്ടത്. അമാദ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, എംബൂമ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എംബൂമയ്ക്ക് ഒരു ചാൻസ് കിട്ടിയത്, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി ഗോളാക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ബാക്ക് ടു ബാക്ക് ചാൻസസ് ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എസ്പെഷ്യലി ആ ബ്രൂണോൻ്റെ എഫേർട്ട് അന്യായ എഫേർട്ടായിരുന്നു. അത് ഗോളായിട്ടുണ്ടെങ്കിൽ ഒരു അന്യായ ഗോളാണ്. അതേപോലെ തന്നെ ഞാൻ പറയും, ആ സേവ് ഈ സീസണിലെ വൺ ഓഫ് ദ സേവ് ഓഫ് ദ സീസൺ ആണ് ആ സേവ്. അത് ഒരു അന്യായ സേവാണ് ഗോൾ കീപ്പർ നടത്തിയത്. അത് ഞാൻ പറഞ്ഞു വന്ന അത്രയും ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ വി വർ കംപ്ലീറ്റ്ലി ഡോമിനേറ്റിംഗ് ദ ഗെയിം ഫസ്റ്റ് ഹാഫിലൊക്കെ. പിന്നെ നമ്മൾ 2 ഗോൾ അടിച്ചപ്പോൾ ഓബ്വിയസ്ലി വി സാറ്റ് ബാക്ക്, കാരണം നമുക്ക് ഇനി ടെൻഷൻ എടുക്കണ്ട. നീറ്റ് ഗെയിം, വളരെ കംഫർട്ടബിൾ വിൻ. ഐ എം വെരി ഹാപ്പി വിത്ത് ദ 3 points. വി ആർ ദ ടോപ്പ് ഓഫ് ദ ടേബിൾ. വി ആർ ദ ടോപ്പ് ഓഫ് ദ ടേബിൾ. സോ ഐ എം റിയലി ഹാപ്പി. അറ്റ്ലീസ്റ്റ് അടുത്തൊരു 2 weeksന് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പം ഞാൻ തന്നെ പറയട്ടെ, ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഇന്നലെ പറയുമായിരുന്നു, ഇങ്ങനെ അടുത്തൊരു 2 ആഴ്ച എനിക്കൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് സംസാരിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ലെറ്റ്സ് സേ യുണൈറ്റഡ് അന്ന് വിൻ ചെയ്തിട്ടില്ല, നമ്മൾ വീണ്ടും അന്ന് തോറ്റു വിചാരിക്കും സണ്ടർലാൻഡിനായിട്ട്. നമ്മുടെ കംപ്ലീറ്റ് ആ ഒരു പോസിറ്റിവിറ്റി പോയി കംപ്ലീറ്റ് ഒന്നൊരു ടോക്സിക് പോസിറ്റീവായിട്ട് മാറും, 2 കംപ്ലീറ്റ് നെഗറ്റീവായിട്ട് മാറും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും തന്നെ ആയിരിക്കും അമോറിം ഇൻ അമോറിം ഔട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ 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 കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാകും. ആ ഒരു ജയം നമുക്ക് ഏറ്റവും നമ്മുടെ മൊമെൻറ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു സീസൺ സേവറായിട്ട് തന്നെ ആ വിൻ മാറുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഞാൻ അടുത്ത കാലത്ത് സ്റ്റാറ്റ് കണ്ടതാണ്. അതായത് എല്ലാവരും പറയുന്നുണ്ട് ഇറ്റ്സ് വേഴ്സ്റ്റ് സ്റ്റാർട്ട് ടു ദ സീസൺ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഞാൻ അന്ന് കണ്ടൊരു സ്റ്റാറ്റിൽ ഞാനിതിവിടെ വായിക്കാം. അതായത് നമ്മുടെ വേഴ്സ്റ്റ് സ്റ്റാർട്ട് ആക്ച്വലി ആഫ്റ്റർ 7 games വാസ് അണ്ടർ ടെൻ ഹാഗ് 24-25 ലാസ്റ്റ് സീസണിലായിരുന്നു. അതിന് അന്ന് 8 പോയിൻ്റ് ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ 10 പോയിൻ്റ് ഉണ്ട്. അതിന് മുമ്പ് ടെൻ ഹാഗിന് 23-24 സീസണായിരുന്നു, അന്ന് 9 പോയിൻ്റ് ഉണ്ടായിരുന്നു, നമുക്കിപ്പോൾ 10 പോയിൻ്റ് ഉണ്ട്. അതിന് ശേഷം വന്നത് 2019-20 ഒലെ ഗുണർ സോൾഷ്യാറിൻ്റെ സീസണായിരുന്നു. അന്ന് നമുക്ക് 7 gamesൽ 9 points ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് നമുക്ക് 10 points ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വി ആർ നോട്ട് ഇൻ എ വേഴ്സ് സ്റ്റേറ്റ്. നമ്മൾ ഊതി പെരുപ്പിച്ച പോലെ അത്ര വേഴ്സ് അല്ല നമ്മൾ. I think we are in a, I'm not saying we are best or better, പക്ഷേ we are in a very comfortable position. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു 7th, 6th, 5th ഒക്കെ എടുക്കാനുള്ള ഒരു സ്പോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് ഗെയിം വെച്ച് പോവുകയാണെങ്കിൽ ഇതേ ഇൻറ്റൻസിറ്റി വെച്ചും ഇതേ ഷാർപ്നെസ് വെച്ചും ഇതേ സ്മാർട്ടായിട്ടും കളിച്ച് കഴിഞ്ഞാൽ വി ക്യാൻ അറ്റ്ലീസ്റ്റ് ഗെറ്റ് ദാറ്റ് 5th or 6th spot. നമ്മൾ സീസൺ തുടങ്ങുന്നതായിട്ടും അതൊക്കെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യും. അതായത് ടോപ്പ് 4 ആണ് നോക്കേണ്ടത്, പക്ഷേ അറ്റ്ലീസ്റ്റ് 5th ഉം 6th ഉം കിട്ടുകയാണെങ്കിൽ വി ആർ ഹാപ്പി. അപ്പോൾ അങ്ങോട്ടേ പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇനി 2 weeks റെസ്റ്റ് ആണ്. സോ ഐ ഹോപ്പ് ഇൻ്റർനാഷണൽ ബ്രേക്കിലൊന്നും ആരും ഇഞ്ചേർഡ് ആവില്ല എന്ന് വിചാരിക്കുന്നു. ഓൾ അവർ പ്ലേയേഴ്സ് വിൽ ബി ഫിറ്റ്. സണ്ടർലാൻഡിനെതിരെ നമ്മുടെ അമോറിംഗ് ഫോർമേഷൻ, അമോറിംഗ് ടാക്ടിക്സ് വർക്കൗട്ട് ആയോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യൂ. എൻ്റെ ഒപ്പീനിയൻ ഞാൻ എൻ്റെ കാര്യം പറയാം. ഇവിടെ ഒരിക്കലും ഫോർമേഷനോ ടാക്ടിക്സോ വർക്കൗട്ട് ചെയ്തിട്ടില്ല. പ്ലേയേഴ്സിന് വേണമെന്ന് വെച്ചാൽ അത് വർക്കാവും, പ്ലേയേഴ്സിന് വേണ്ടെന്ന് വെച്ചാൽ അത് വർക്കാവില്ല. ശരിയാണ്, ചില ട്വീക്സ് വരുത്തി ഗോൾ കീപ്പറെ മാറ്റി, അതേപോലെ തന്നെ മൗണ്ടിനെ ഇറക്കി, അങ്ങനത്തെ കുനിയെ വലിച്ച് മൗണ്ടിനെ ഇറക്കി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിലൊന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നില്ല. ഞാനിപ്പോൾ കുറേ സോഷ്യൽ മീഡിയ കയറി നോക്കുമ്പോൾ കാണുന്നുണ്ട്, നമ്മൾ ജയിച്ചതിന് ശേഷം എന്തുകൊണ്ട് കുനിയനെ ഇറക്കിയില്ല, എന്തുകൊണ്ട് സേക്സിക്ക് മിനിറ്റ് കിട്ടുന്നില്ല, എന്തുകൊണ്ട് മെയിനും ഇറങ്ങുന്നില്ല. മെയിനും ഇറങ്ങിയിട്ടുണ്ട്, കുനി ഇറങ്ങിയിട്ടുണ്ട്, സേക്സി ഐ ഡോണ്ട് നോ. അപ്പോൾ കളിക്കാത്ത പ്രശ്നമൊന്നുമില്ല, അവിടെ കളിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നു, നമുക്ക് വേണ്ടത് പ്ലെയർ പവർ അല്ല, നമുക്ക് വേണ്ടത് വിന്നാണ്, ജയമാണ്, ടീം പെർഫോമൻസ് ആണ്. അതിനാരാണ് കോച്ച് തീരുമാനിക്കുന്ന ബെസ്റ്റ് പ്ലെയേഴ്സ്, അവരെ പിക്ക് ചെയ്യുക. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ അതിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ കുനിയെ അടിച്ച് 2 ഗോൾ അടിച്ചിട്ട് എതിർ ടീം പോയി 4 ഗോൾ അടിച്ചാൽ നമ്മളെല്ലാവരും ഹാപ്പി ആവും, കുനിയെ ഗോൾ അടിച്ചെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ചോദ്യം വളരെ വാലിഡാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ എഴുതാം. ഞാനിപ്പോൾ പല ആൾക്കാരും പറയുന്നത് കേട്ടു, എന്തുകൊണ്ട് കുനി ഇറക്കിയില്ല, എന്തുകൊണ്ട് സേക്സി ഇറങ്ങുന്നില്ല, എന്തുകൊണ്ട് മെയിനും ഇറങ്ങുന്നില്ല. ബ്രോ, വി ആർ നോട്ട് മാൻ സിറ്റി, വി ആർ നോട്ട് ബാഴ്സലോണ, വി ആർ നോട്ട് റയൽ മാഡ്രിഡ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വി ഹാവ് ടു ഗോ ത്രൂ ദിസ്. എന്നിട്ട് ടീം സ്റ്റേബിൾ ആകുമ്പോൾ നമുക്ക് ആ പ്ലേസിനൊക്കെ വരുത്തി കളിപ്പിക്കാം. അത്രയും എൻ്റെ അഭിപ്രായമുള്ളൂ. നിങ്ങൾക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിന് കൂടെ നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാം. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ കേട്ട്, ഇൻക്ലൂഡിങ് യുണൈറ്റഡ് ഫാൻസ് ആൻഡ് മേ ബി ലിവർപൂൾ ഫാൻസ്. കാരണം ആ ഫസ്റ്റ് പാർട്ട് ലിവർപൂൾ ഫാൻസ് കാണാൻ കുറച്ച് ആഗ്രഹം ഉണ്ടാവും. അവരുടെ റിപ്ലൈ നമുക്ക് കേൾക്കാം. നമ്മുടെ ആർസണൽ റൈവൽസ് അല്ലേ, അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. സ്ലോട്ടിൻ്റെ ഫോർമേഷൻ വർക്ക് ആവുന്നുണ്ടാവില്ലേ, മേ ബി സ്ലോട്ടിൻ്റെ ഫോർമേഷൻ ഇഷ്യൂ ഉണ്ടായിരിക്കും. അവിടെ പ്ലേയേഴ്സിന് സ്ലോട്ടിൻ്റെ ഫോർമേഷനിൽ കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ മേ ബി സ്ലോട്ട് സിസ്റ്റം മാറ്റേണ്ടി വരും. സ്ലോട്ടിൻ്റെ സിസ്റ്റം ഭയങ്കര മോശമാണ് തോന്നുന്നു. ഐ ഡോണ്ട് നോ, മേ ബി ലിവർപൂൾ ഫാൻസ് പറഞ്ഞുതരും. സോ നിങ്ങളുടെ കമൻറ്റ്സ്, ലൈക്സ് എല്ലാം ചെറുപറാന്ന് വാരിക്കൂട്ടിയിട്ടോ. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എന്തായാലും നമ്മുടെ മാച്ച് പെർഫോമൻസ്, മാച്ച് അനലിറ്റിക്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്ലെയർ നന്നായി കളിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ മാൻ ഓഫ് ദ മാച്ച് ഈ ഒരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് hopefully 2 weeks
അടിപൊളിയായിട്ട് പീസ്ഫുൾ യുണൈറ്റഡ് ഫാൻസ് ഫീലിംഗ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എല്ലാ വീക്കും. ഇനി വരാൻ പോകുന്ന ലിവർപൂളിനായിട്ടുള്ള മാച്ചാണ്. അതിനുള്ള പ്രിവ്യൂ ഒക്കെ നമ്മൾ എന്തായാലും ചെയ്യും. അതിന് മുമ്പ് നമ്മൾ കുറേ ലൈവിൽ വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ നാടൻ യുണൈറ്റഡ് ടോക്ക് അടുത്ത എപ്പിസോഡ് വരുന്നുണ്ട്. സോ അതിന് വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും യൂട്യൂബ് പോസ്റ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്താണ് ടൈം എന്നും എന്നാണ് പ്ലാൻ എന്നുള്ളത്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് ഞാൻ ഇടാൻ പോകുന്നത്. അത് ബാൻഡർ ആയാലും ഒപ്പീനിയൻസ് ആയാലും അല്ലെങ്കിൽ അടുത്ത ഇൻഫർമേഷൻസ് ആയാലും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലാണ് കൂടുതൽ ഇടുക. ആൻഡ് ദിസ് ഇസ് മിറാജ് വിത്ത് ദ മാച്ച് റിയാക്ഷൻ ഓഫ് United versus Sunderland, where 3 points mattered and we got the 3 points. നമ്മൾ 3 points എടുത്തിരിക്കുകയാണ് ഓൾഡ് ട്രാഫോർഡിൽ. കൺസെക്യൂട്ടീവ് 3 wins at Old Trafford after 2023. And this is Miraj signing off from Stretford Signal. നിങ്ങളുടെ ലൈക്സ്, കമൻറ്റ്സ്, അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് എല്ലാം താഴെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ യുണൈറ്റഡ് ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. I will see you in Nadan United Talk very soon. Thank you.